സോ ഇന്നലെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി മെമ്പർ എന്നോട് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ പ്രൈസ് ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിൽ വന്ന് നിന്ന ടൈമിൽ ആൾ ചോദിച്ചു, മാർക്കറ്റ് ഇപ്പോൾ ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീനെ ടേക്ക് ഔട്ട് ചെയ്തില്ലേ, ഇനി മാർക്കറ്റ് ഒരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റിയൊക്കെയല്ലേ പോവാന്ന് ചോദിച്ചിട്ടൊരു മെസ്സേജ് അയച്ചിരുന്നു. സോ അപ്പോൾ അതിൽ ആൾ ചോദിച്ചിരുന്നത് ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ട് ഇവിടെ നമുക്ക് 2 FEG കാണാം. സോ ഇതിലേത് FEGനെ ആയിരിക്കും മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ട് അഗെയിൻ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് പോവുക, അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഞാൻ ആളോട് പറഞ്ഞു കൊടുത്ത മറുപടി എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ആളോട് പറഞ്ഞു ഈ ഒരു സ്വിങ്ങിനെ ജസ്റ്റ് പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് മാർക്ക് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ തന്നെ നമ്മൾ ഷോർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, പ്രീമിയത്തിൽ ഷോർട്ട് ചെയ്യണം അല്ലേ. സോ ഇവിടെ നമുക്ക് ഞാൻ ആളോട് പറഞ്ഞതാണ് പ്രീമിയത്തിലുള്ള PDRISനെ ജസ്റ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. സോ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ പ്രീമിയത്തിൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് അല്ലേ, ആൻഡ് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഈ 3 ക്യാൻഡിൽസ് എന്ന് പറയുന്നത് ഒരു ഓർഡർ ബ്ലോക്കാണ്, ആൻഡ് ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്, അതൊരു ബ്രേക്കർ ബ്ലോക്കാണ്. ഓക്കെ, സോ ഞാൻ ആളോട് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രേക്കർ ബ്ലോക്കിനെ മാർക്ക് ചെയ്ത് വെക്കുക. കാരണം എന്തുകൊണ്ടാണ്, അത് ഒരു പ്രീമിയത്തിലാണ് അല്ലേ, പ്രൈസ് പ്രീമിയം പ്രൈസിലായതുകൊണ്ട്. ദെൻ അതിൻ്റെ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റിനെയും മീൻ ത്രഷോൾഡിനെയും മാർക്ക് ചെയ്ത് വെക്കുക. എന്തുകൊണ്ട് ഞാനത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, നമുക്ക് ആ ഏരിയയിലായിട്ട് തന്നെ എന്ത് കാണാം, ആ ഒരു ബ്രേക്കറിൻ്റെ ഏരിയയിലായിട്ട് തന്നെ ആ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ കണ്ടിരുന്ന ഓർഡർ ബ്ലോക്കിൻ്റെ മീൻ ത്രഷോൾഡിനെ കൂടി കാണാൻ പറ്റും. ഓക്കെ, മീൻ ത്രഷോൾഡാണ് ഈ കറുത്ത ലൈൻ വെച്ചിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്, ഓർഡർ ബ്ലോക്കിൻ്റെ, ഡെയിലി ഓർഡർ ബ്ലോക്കിൻ്റെ. സോ ഞാൻ ആളോട് പറഞ്ഞു ആ ഒരു എന്താണ് ബ്രേക്കറിൽ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് എത്തിയതിന് ശേഷം ഡയറക്റ്റ് എൻട്രി എടുക്കാതെ ജസ്റ്റ് പ്രൈസ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഡയറക്റ്റ് എൻട്രി എടുക്കരുതെന്ന് പറഞ്ഞു. ദെൻ ഞാൻ പറഞ്ഞു ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ മീൻ ത്രഷോൾഡിന് എബവ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി മാർക്കറ്റ് ഈ ഒരു ഹൈനെ ടേക്ക് ഔട്ട് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. സോ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ എന്താ കാണാൻ പറ്റുന്നത്, മാർക്കറ്റ് ഈ ഒരു ഡിസ്കൗണ്ടിൽ നിന്നും ലിക്വിഡിറ്റി ക്രിയേഷൻ ചെയ്തിട്ട് മുകളിലേക്ക് പോയി അല്ലേ, മുകളിലേക്ക് പോയിട്ട് ഈ ഒരു ബ്രേക്കറിലെത്തി. ഫസ്റ്റിലെ നമ്മുടെ ഈ ഒരു ബ്രേക്കറിലെത്തി. സോ ബ്രേക്കറിൻ്റെ മീൻ ത്രഷോൾഡ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു മീൻ ത്രഷോൾഡിന് അബവ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യും, ഇവിടുത്തെ ബെയറിഷ് PDRI ആയ ബ്രേക്കറിനെ റെസ്പെക്റ്റ് ചെയ്യുന്നത് ഇവിടെ കണ്ടില്ല അല്ലേ. സോ ഞാനൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കി. സോ മാർക്കറ്റ് ഇവിടുന്ന് താഴേക്ക് പോകണമെങ്കിൽ എനിക്ക് ഈ ബ്രേക്കറിന് ബിലോ ഒരു ക്ലോസിങ് കാണണം, ക്യാൻഡിൽ ക്ലോസിങ് കാണണം. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താ, മാർക്കറ്റ് താഴേക്ക് മൂവ്മെൻറ്റ് കാണിച്ചു, പക്ഷേ വെറും എന്താണ് ആ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസിങ് ഇവിടെ വന്നിട്ടില്ല അല്ലേ. വിക്ക് മാത്രമേ താഴേക്ക് പോയിട്ടുള്ളൂ. ക്ലോസിങ് എല്ലാം ഈ ഒരു ബ്രേക്കറിന് എബോവ് തന്നെയായിരുന്നു, മീൻസ് എബോവ് അല്ല, ബ്രേക്കറിനുള്ളിൽ തന്നെയായിരുന്നു. ബ്രേക്കറിൻ്റെ ലോയിന് ബിലോ പോയിരുന്നില്ല. ആൻഡ് കുറച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോൾ എന്താ കാണാൻ പറ്റിയത്, ആ ഒരു മീൻ ത്രഷോൾഡിന്, ഡെയിലി ഓർഡർ ബ്ലോക്കിൻ്റെ മീൻ ത്രഷോൾഡിന് എബോവ് മാർക്കറ്റ് ക്ലോസും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഹൈനെ മാർക്കറ്റ് പിന്നീട് ടേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ 1 ഹവറിൽ നമുക്ക് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടി കാണാമായിരുന്നു. സോ അതിൻ്റെ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റ് നിങ്ങൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഒരു ലെവലിലായിട്ട് വരും. ജസ്റ്റ് കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റിൽ ടച്ച് ചെയ്തിട്ടില്ല, ബട്ട് ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു ലെവലിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ അതിനുശേഷമായിരുന്നു മാർക്കറ്റ് നല്ല രീതിയിൽ ബെയറിഷ് ആയിരുന്നത്. ഓക്കെ, സോ ഇനി മാർക്കറ്റ് ബുള്ളിഷ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു ലെവലിനെയൊക്കെ ബ്രേക്ക് ചെയ്താലേ ബുള്ളിഷ് ആവുള്ളൂ. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ എന്താണ്, റിലേറ്റീവ് ഈക്വൽ ലോസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് മാർക്കറ്റ് നല്ല ബെയറിഷ് ആയത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ദെൻ ലോവർ ടൈം ഫ്രെയിമിൽ എന്താണ് വ്യൂ എന്നുള്ളത് നോക്കാം. സോ ലോവർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ഇതൊരു ബ്രേക്കറാണ്. എന്തുകൊണ്ടാണ്, ഹൈ ലോ ഹയർ ഹൈ. ഓക്കെ, അങ്ങനെ ഫോം ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ക്യാൻഡലിനെ നമുക്കൊരു ബ്രേക്കറായിട്ട് കാണാൻ വേണ്ടി പറ്റും അല്ലേ. സോ മാർക്കറ്റിന് ബുള്ളിഷ് ആവണമെങ്കിൽ ഈ ഒരു ബ്രേക്കറിനൊക്കെ എബോവ് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റിന് ബുള്ളിഷ് ആവാൻ വേണ്ടി പറ്റൂ. പക്ഷേ നിങ്ങളിവിടെ നോക്കി, ഈ ഒരു ബ്രേക്കറിൻ്റെ മീൻ ത്രഷോൾഡിനെ എന്ത് അടിപൊളിയായിട്ടാണ് ഇവിടെ റെസ്പെക്റ്റ് ചെയ്തേക്കുന്നതെന്ന് നോക്കിയേ. ഒരു ക്യാൻഡിൽ പോലും അതിന് എബോവ് ക്ലോസിങ് വന്നിട്ടില്ല. വിക്ക് പോയിട്ടുണ്ട്, ബട്ട് ക്യാൻഡിൽ ക്ലോസിങ് കണ്ടോ, എക്സാക്റ്റ് ആ ഒരു റീജിയണിൽ വന്നിട്ട് സ്റ്റക്കായി നിൽക്കുകയാണ് അല്ലേ, അവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്ത് നിൽക്കുകയാണ്. ഓക്കെ,
സോ ഇതേപോലെ പ്രൈസിനെ മാക്സിമം റീഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, സോ ഇവിടെ നമുക്ക് കുറച്ച് ലോവർ ടൈം ഫ്രെയിമിൽ കുറച്ച് വ്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഈ ഒരു ടൈമിൽ ഞാൻ ജസ്റ്റ് പ്രൈസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മിനിറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. 1 മിനിറ്റിൽ പ്രൈസ് റീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള കാര്യമാണ്. ഓക്കെ, സോ ഞാൻ നോക്കിയപ്പോൾ മാർക്കറ്റ് നല്ല ബെയറിഷ് ആയിരുന്നു. ഓക്കെ, വെയിറ്റ്. സോ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ബ്രേക്കർ കാണാൻ പറ്റും. എന്തുകൊണ്ടാണ്? ഹൈ ലോ ഹയർ ഹൈ. സോ ഈ ഒരു ക്യാൻഡിൽ എന്താണ്? അതൊരു ബ്രേക്കറായിട്ട് മാറും അല്ലേ? സോ ആ ഒരു ബ്രേക്കറിനെ മാർക്കറ്റ് എന്താണ് ചെയ്തത്? ഇവിടെ വന്നിട്ട് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയിട്ട് എഗെയിൻ മുകളിൽ കണ്ടിരുന്ന ആ ഒരു ബ്രേക്കറിൽ നമ്മൾ ഏതാണ് 50 മിനിറ്റിൽ കണ്ടിരുന്ന ബ്രേക്കറിലേക്ക് മിറ്റിഗേഷൻ നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അതിനുശേഷം എന്ത് ചെയ്തു? ഈ ഒരു ബ്രേക്കറിലേക്ക് തിരിച്ചു വന്നിട്ട് ഒന്ന് റെസ്പെക്റ്റ് ചെയ്തു, എഗെയിൻ മുകളിലേക്ക് പോയിട്ട് 50 മിനിറ്റിലെ ബ്രേക്കർ ബ്ലോക്കിൽ എഗെയിൻ റെസിസ്റ്റൻസ് എടുത്തു. അവിടുന്ന് റെസിസ്റ്റൻസ് എടുത്തതിന് ശേഷം അവിടുത്തെ ക്യാൻഡിൽ ക്ലോസിങ് ഉണ്ടോ, എന്ത് പെർഫെക്റ്റ് ആണോ നോക്കിയേ. സോ അതിന് ശേഷം എന്താ സംഭവിച്ചത്? മാർക്കറ്റ് എഗെയിൻ താഴേക്ക് വന്നിട്ട് ബ്രേക്കറിൻ്റെ ഈ ഒരു ബ്രേക്കർ ബ്ലോക്കിൻ്റെ ഹൈയിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു. ദെൻ സെക്കൻഡ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ടുള്ള അതിൻ്റെ മെയിൻ ത്രെഷോൾഡിലേക്ക് വന്നു. ഓക്കെ, സോ അതിനെയും ബ്രേക്ക് ചെയ്തു. ആൻഡ് പിന്നീട് എന്താ നമുക്ക് ലാസ്റ്റ് സപ്പോർട്ടായിട്ട് വരുന്നത് ഈ ഒരു ബ്രേക്കറിൻ്റെ ലോ ആണ്. സോ അതിനെ നോക്കുമ്പോൾ ലോയിനെയും ബ്രേക്ക് ചെയ്തു. നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നെ തന്നു അല്ലേ? സോ ഇപ്പോൾ ഇനി എന്ത് പറ്റും? ഈ ബ്രേക്കർ ഇനി ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യണം. സോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി, ദെൻ മുകളിലേക്ക് വന്നിട്ട് വീണ്ടും നോക്കി ആ ഒരു ബ്രേക്കറിൻ്റെ ആക്യുറസി കണ്ടോ? എന്തുമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് ഇവിടെ ക്യാൻഡിലിൻ്റെ ക്ലോസിങ് വന്നേക്കുന്നത് എന്നുള്ളതുണ്ടോ? സോ അവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ബ്രേക്കർ ആക്ട് ചെയ്യുന്ന കണ്ടു. സോ അതിനുശേഷം എന്ത് ചെയ്തു? മാർക്കറ്റ് താഴേക്ക് പോയി ഇവിടെ ഉണ്ടായിരുന്ന റിലേറ്റീവ് ഈക്വൽ ലോസിനെ അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റീനെ മാർക്കറ്റ് ഇവിടെ വന്ന് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ മാർക്കറ്റ് അതിനുശേഷം എന്താണ്? നല്ല രീതിയിൽ ബെയറിഷ് ആയി വന്നു, താഴേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ എല്ലാം ബെയറിഷ് PDRIs ഫോം ചെയ്യുന്നുണ്ട്. സോ മാർക്കറ്റൊന്നും അതിലേക്ക് റീപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നില്ല. താഴേക്ക് തന്നെ വീണുകൊണ്ടിരിക്കുകയാണ് അല്ലേ? സോ ഇവിടെയും ഇങ്ങനെ ഒരുപാട് ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്സ് ഫോം ചെയ്ത് തന്നെ മാർക്കറ്റ് പോകുന്നുണ്ട്. ഇനെഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്ത് തന്നെ മാർക്കറ്റ് താഴേക്ക് പോകുന്നുണ്ട് അല്ലേ? സോ താഴേക്ക് പോയപ്പോൾ ഇവിടെ തിരിച്ചു വന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പിനെ റീബാലൻസ് ചെയ്തു ആൻഡ് മുകളിലേക്ക് പോയില്ല. ഇവിടെ എല്ലാം ഇനെഫിഷ്യൻസി ഉണ്ട്, ബട്ട് ഈ ഒരു ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി റീബാലൻസ്ഡ് ആയിട്ടുണ്ട്. ഈ ഒരു ഇത്രയും ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി റീബാലൻസ്ഡ് ആയിട്ടുണ്ട് അല്ലേ? സോ അതിനുശേഷം മാർക്കറ്റ് അഗെയിൻ താഴേക്ക് വന്നു. ഇവിടെ എന്ത് ചെയ്തു? ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെയൊക്കെ മാർക്കറ്റ് എങ്ങനെയാണ് റെസ്പെക്റ്റ് ചെയ്യുന്നത് നമുക്ക് വായിച്ചു വരാം. സോ അഗെയിൻ മാർക്കറ്റ് താഴേക്ക് പോയി ഒരുപാട് ഫെയർ വാല്യൂ ഗ്യാപ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ദെൻ അഗെയിൻ മുകളിലേക്ക് വന്നിട്ട് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ റെസ്പെക്റ്റ് ചെയ്തു. ദെൻ മാർക്കറ്റ് എന്ത് ചെയ്തു? താഴേക്ക് വന്നു, പുതിയൊരു BMS ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തു, ദെൻ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തു. സോ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? ഈ ഒരു റേഞ്ചിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്തു. ദെൻ എന്ത് ചെയ്തു? മാർക്കറ്റ് മുകളിലേക്ക് പോയി. സോ മുകളിലേക്ക് പോയപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ആയി അല്ലേ? സോ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് വാച്ച് ചെയ്ത് നോക്കണം. സോ നോക്കുമ്പോൾ ഏതൊക്കെ ലെവലിനെ റെസ്പെക്റ്റ് ചെയ്യാം? ഈ ഒരു ഗ്യാപ്പിൻ്റെ ഹൈ, ദെൻ അതിൻ്റെ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റ് ആൻഡ് അതിൻ്റെ ലോ. ഓക്കെ, ഈ 3 ലെവൽസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ നമുക്ക് നോക്കുമ്പോൾ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റിന് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ദെൻ അഗെയിൻ ഒന്ന് മുകളിലേക്ക് പോകാൻ നോക്കി, ബട്ട് എന്താണ് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയില്ല. അതിൻ്റെ അത്രയും നേരം നമുക്ക് നോക്കുമ്പോൾ ഇവിടെ എന്താണ് ഈക്വൽ ലോസ് പോലെ ലിക്വിഡിറ്റി ഓൾസോ ഇവിടെ ക്രിയേറ്റ് ചെയ്തു അല്ലേ? സോ അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു. ബ്രേക്ക് ചെയ്ത് ഇവിടുത്തെ ലിക്വിഡിറ്റീനെ ടേക്ക് ഔട്ട് ചെയ്തു. സോ ആ ഒരു ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് നടന്നതിന് ശേഷം എന്താണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്? ആ ഒരു ലിക്വിഡിറ്റി റൺ നടന്നതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലേക്ക് പോയിട്ടുണ്ട്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാരണം ഇവിടെ ഓൾറെഡി ബ്രേക്കായി, നമുക്കൊരു BMS താഴേക്ക് തന്നു. അങ്ങനെ തന്നു കഴിഞ്ഞാൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് പിന്നെ എന്താവണം? അതിനി ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ താഴെ വന്നിട്ട് ഇവിടെയുള്ള ലിക്വിഡിറ്റീസിനെ ടേക്ക് ഔട്ട് ചെയ്തിട്ട് മുകളിലേക്ക് വന്ന് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയപ്പോൾ
ഇനി ഇതെന്താവണം, ഇനി ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, എന്തുകൊണ്ട് അങ്ങനെ നോക്കണം? കാരണം ഇവിടെ ഓൾറെഡി നമുക്കൊരു ലിക്വിഡിറ്റി സ്വീപ്പ് നടത്തി, ദെൻ ഇവിടെ നമുക്കൊരു MSS ഓൾസോ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. റീസെൻ്റ്ലി ഫോം ചെയ്തൊരു സ്വിംഗ് ഹൈനെ ബ്രേക്ക് ചെയ്തപ്പോൾ അതെന്തായി, ഒരു MSS ആയി വിത്ത് നല്ല ഡിസ്പ്ലേസ്മെൻറ്റോട് കൂടി തന്നെ ബ്രേക്ക് ചെയ്തപ്പോൾ അതിന് MSS ആയിട്ട് വിളിക്കാം. സോ അതൊരു MSS ആയിട്ട് വാലിഡായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണണം, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ മാർക്കറ്റ് ഇനി റെസ്പെക്റ്റ് ചെയ്യുന്നത് കാണണം. ഇതൊരു IFVG ആവും അല്ലേ. സോ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇനി ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് നോക്കുക. സോ ഇവിടെ നോക്കുമ്പോൾ മുകളിലേക്ക് പോയി താഴെ വന്നു. എവിടെയാണ് സപ്പോർട്ട് എടുത്തത്? എക്സാക്റ്റ് ആ ഒരു കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റിൽ തന്നെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അല്ലേ. സോ അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, എഗെയിൻ മുകളിലേക്ക് പോയി. സോ മുകളിലേക്ക് പോയിട്ട് ഇവിടെ എന്താ സംഭവിച്ചത്, നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റിനെ ആദ്യമേ റെസ്പെക്റ്റ് ചെയ്തു, ദെൻ എഗെയിൻ ഒന്ന് മുകളിലേക്ക് പോയി. എഗെയിൻ ഒന്ന് മുകളിലേക്ക് പോയിട്ട് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഹൈയിലേക്ക് എത്താൻ വേണ്ടി പറ്റിയിരുന്നില്ല അല്ലേ. സോ അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്നു, ദെൻ എഗെയിൻ മുകളിലേക്ക് പോയിട്ട് ഈ ഒരു കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റിൽ, ഈ FVGൻ്റെ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റിൽ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെയെല്ലാം പോകുമ്പോൾ നമുക്കിനി എന്താ കാണണ്ടേ, മാർക്കറ്റ് ഈ ലെവലിൽ നിന്നും പിന്നീട് നമ്മൾ ബെയറിഷ് ആയിട്ടുള്ളൊരു പ്രൈസ് ആക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫെയിൽ ആവണം. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫെയിൽ ആയാൽ മാത്രമേ നമുക്ക് വീണ്ടും ഒരു ബെയറിഷ്നെസ് അല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റീനെയൊക്കെ മാർക്കറ്റ് എടുക്കുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇവിടെ നോക്കുമ്പോൾ ഒരു ഓർഡർ ബ്ലോക്ക് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർഡർ ബ്ലോക്കിൻ്റെ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റ് എങ്ങനെ മീൻ ത്രെഷോൾഡ് എങ്ങനെ റിയാക്ട് ചെയ്തു എന്നൊക്കെ നമുക്ക് വാച്ച് ചെയ്ത് നോക്കാം. സോ ഇവിടെ നോക്കുമ്പോൾ മാർക്കറ്റ് ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റിൽ റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴേക്ക് വന്നിട്ട് ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ മാർക്കറ്റ് ഫെയിലാക്കുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ ഫെയിലാക്കുന്ന കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ 3 ലെവൽസ് ഉണ്ടല്ലോ, അതിൻ്റെ ഹൈ, അതിൻ്റെ മീൻ ത്രെഷോൾഡ്, ദെൻ ലോ ഓഫ് ദി ഓർഡർ ബ്ലോക്ക്. ഓക്കെ, 3 ഇമ്പോർട്ടൻറ്റ് ലെവൽസാണ്. സോ ഈ ലെവൽസൊക്കെ എങ്ങനെയാണ് പിന്നീട് സപ്പോർട്ടായിട്ടാണോ അതോ റെസിസ്റ്റൻസ് ആയിട്ടാണോ ആക്ട് ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം. സോ ഇവിടെ നോക്കുമ്പോൾ മാർക്കറ്റ് ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇത് പെർഫെക്റ്റ് ആയിട്ടാണ് നോക്കിയേ. സോ ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. സോ അതിന് ശേഷം ഇനി നമ്മൾ ഇതിൻ്റെ താഴേക്ക് ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്തപ്പോൾ നമ്മൾ ഇനി ബുള്ളിഷിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനി ഈ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തത് ഇനി ഒരു സപ്പോർട്ട് ആവണം. അതായത് ഇതിന് മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ ഇനി നമുക്ക് ബുള്ളിഷിലോട്ടൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാൻ പറ്റും. ഇവിടെയെങ്കിലും നമുക്ക് എൻട്രി ഇല്ല, ജസ്റ്റ് പ്രൈസ് റീഡ് ചെയ്യണം. ഓക്കെ, സോ ആൻഡ് ഓൾസോ ബെയറിഷ് പോകണമെങ്കിലോ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ബ്രേക്ക് ചെയ്ത് താഴെ ക്ലോസ് ചെയ്താൽ മാത്രമേ ഈ ഒരു നമുക്ക് ബെയറിഷ് ആയിട്ടൊരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാനും പറ്റും. സോ ഇവിടുന്ന് മാർക്കറ്റ് താഴെ വന്നു, എഗെയിൻ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു, ദെൻ മുകളിലേക്ക് പോയി താഴേക്ക് വന്നു, എഗെയിൻ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു അല്ലേ. സോ എഗെയിൻ എന്ത് ചെയ്തു, മുകളിലേക്ക് പോയിട്ട് ഈ ഒരു മീൻ ത്രെഷോൾഡിന് എബോവ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അവിടെ എന്താണ് റെസിസ്റ്റൻസ് ആയത്, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഈ കണ്ട ഫെയർ വാല്യൂ ഗ്യാപ്പ് പിന്നെ ഒരു റെസിസ്റ്റൻസ് ആയി അല്ലേ. സോ അതിന് ശേഷം അവിടുന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ട് മാർക്കറ്റ് എഗെയിൻ താഴേക്ക് വന്ന് ഈ ഒരു മീൻ ത്രെഷോൾഡിന് ബിലോ ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് എഗെയിൻ താഴേക്ക് പോകും എന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. എവിടം വരെ താഴേക്ക് പോകാം, മാർക്കറ്റ് ഇവിടെ എല്ലാം നമുക്ക് ലിക്വിഡിറ്റി ഉണ്ട്, പക്ഷേ ഇവിടെ വരെ പോകും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് സ്റ്റിൽ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഇവിടെ എന്താണ്, ഇവിടെ ഈക്വൽ ലോസ് ഫോം ചെയ്തു. സോ ഇതൊരു ഇതൊരു ലിക്വിഡിറ്റി ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടുന്ന് താഴെ ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ലിക്വിഡിറ്റീനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താഴേക്ക് വന്നു. ആൻഡ് ഓൾസോ ഇവിടെ എന്താണ്, ഇതും ലിക്വിഡിറ്റി ആയിരുന്നു. ഓക്കെ, സോ ഫസ്റ്റിലെ താഴേക്ക് വന്നിട്ട് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഹൈനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തില്ല. ദെൻ റെസ്പെക്റ്റ് ചെയ്യുമോ എന്ന് നോക്കേണ്ട ലെവൽ എന്ന് പറയുന്നത് അതിൻ്റെ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻ്റ് ആണ്, CE ലെവലാണ്. സോ ആ ഒരു CE ലെവലിനെയും മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല. ദെൻ താഴേക്ക് വന്നിട്ട് റെസ്പെക്റ്റ് ചെയ്ത് ഏതാണ്, ആ ഒരു FVGൻ്റെ ലോയിനെ മാർക്കറ്റ് ഇവിടെ ഈ ഒരു ക്യാൻഡിൽ വന്നിട്ട് റെസ്പെക്റ്റ് ചെയ്തു അല്ലേ, അതിന് ബിലോ ക്ലോസ് ചെയ്തില്ല. ദെൻ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പോയിട്ട് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പോയിട്ട് എഗെയിൻ താഴേക്ക് വന്നു, FVGനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു. പക്ഷേ താഴേക്ക് വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു FVG ഉണ്ട്, എക്സാക്ട്ലി അതിൻ്റെ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റിലാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, എക്സാക്ട്ലി അതിൻ്റെ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റിൽ. ഓക്കെ, പക്ഷേ അത് താഴേക്ക് പോയെങ്കിലും നമുക്കത് ബെയറിഷായിട്ട് കാണാൻ പറ്റുമോ, ഇല്ല. എന്തുകൊണ്ടാണ്, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന് ബിലോ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം, പിന്നീട് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട്
ഇതിൻ്റെ ലോയിൽ റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴേക്ക് വരാം എന്നുള്ളൊരു വ്യൂ നമുക്ക് വെക്കാൻ പറ്റും. പക്ഷേ ഇതെന്ത് ചെയ്തില്ല, അതിന് ബിലോ ക്ലോസ് ചെയ്തില്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, അത് താഴേക്ക് തന്നെ പോകും, മുകളിലേക്ക് പോകാനുള്ളൊരു ചാൻസസ് ആണ്. സോ എന്തുകൊണ്ട് അത് അങ്ങനെ ഒരു ചാൻസ് പറയാൻ പറ്റും? ഇവിടെ എല്ലാം എൻജിനീയർഡ് ലിക്വിഡിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു ലിക്വിഡിറ്റി തന്നെയായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കണ്ടോ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ലെവലിലായിട്ട് 2ൻ്റെ ലെവലിലായിട്ട് തന്നെയാണ് ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ലൈ ചെയ്തിരുന്നത്. ഓക്കെ, സോ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇതിന് ബിലോ ക്ലോസ് ചെയ്തില്ല, മുകളിലേക്ക് പോയിട്ട് ഇതിൻ്റെ നേരത്തെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത ലെവലിനെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തില്ല, പകരം എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. ദെൻ ഇനി അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ പാടുള്ളൂ. സോ അതിൻ്റെ താഴേക്ക് വന്നിരുന്നില്ല, എഗെയിൻ സപ്പോർട്ട് ആവാൻ വേണ്ടിയിട്ട് താഴേക്ക് വന്നിരുന്നില്ല. എന്ത് ചെയ്തു, നെക്സ്റ്റ് ക്യാൻഡിൽ മുകളിലേക്ക് ഇതിൻ്റെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ മറ്റൊരു റെസിസ്റ്റൻസ് പോയിൻറ്റിനെ ബ്രേക്ക് ചെയ്ത്, അതായത് അതിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. ഓക്കെ, മുകളിലേക്ക് പോയപ്പോൾ ഇനി നമുക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം, ഈ ഒരു ഹൈ ഇനിയൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. താഴേക്ക് വന്നു, എക്സാക്ട്ലി അതിൽ ടച്ച് ചെയ്തിട്ടില്ല എങ്കിലും നമുക്കതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു എന്ന് പറയാൻ പറ്റും. ദെൻ നമുക്ക് അടുത്ത റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് എന്താണ്, ഇപ്പോൾ ഇതൊരു സപ്പോർട്ടായി, ഇതിന് സപ്പോർട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകണം. മുകളിലേക്ക് പോയിട്ട് ഇവിടെയുള്ള ലിക്വിഡിറ്റീസിനെ ടേക്ക് ഔട്ട് ചെയ്യണം അല്ലേ. സോ ആ ഒരു ലിക്വിഡിറ്റീസിനെ ടേക്ക് ഔട്ട് ചെയ്യാൻ വരുമ്പോൾ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ഏതാണ്, ഈ ഒരു ബ്രേക്കറാണ്. എന്തുകൊണ്ടാണ് ബ്രേക്കർ ആയത്, ലോ ഹൈ ലോവർ ലോ. സോ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് ബ്രേക്കറാണ് അല്ലേ, ബ്രേക്കർ ബ്ലോക്കാണ്. സോ ആ ബ്രേക്കർ ബ്ലോക്കിനെ നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്യും, എന്നിട്ട് അതിൻ്റെ 3 ലെവൽസിനെ നമ്മൾ മാർക്ക് ചെയ്യും. സോ അതിൻ്റെ ഹൈ, അതിൻ്റെ മീൻ ത്രഷോൾഡ്, ദെൻ ലോ. സോ അതിൻ്റെ മീൻ ത്രഷോൾഡിൽ തന്നെയാണ് ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ കോൺസിക്വൻറ്റ് എൻക്രോച്ച്മെൻറ്റും, അതായത് പ്രീവിയസ്ലി റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിരുന്ന കോൺസിക്വൻറ്റ് എൻക്രോച്ച്മെൻറ്റ് ഓൾസോ വന്നിരുന്നത് അല്ലേ. സോ നമുക്ക് നോക്കുമ്പോൾ ആ ലെവലിനെ ഒരു നല്ലൊരു ബ്രേക്കൗട്ട് തന്നെ തന്നു. ഓക്കെ, ബ്രേക്കൗട്ട് തന്ന് മുകളിലേക്ക് പോയി, ദെൻ താഴേക്ക് വന്നിട്ട് ആ ലെവലിൽ നല്ല സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, സോ അവിടെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാം. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന് താഴെയായിട്ട് SL വെച്ചിട്ട് നമുക്കൊരു എൻട്രി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, സോ ഇവിടെയായിട്ട് നമുക്ക് സപ്പോർട്ട് എടുക്കുന്നത് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ദെൻ എന്താ സംഭവിച്ചത്, മാർക്കറ്റ് അഗെയിൻ മുകളിലേക്ക് പോയി, ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോയിട്ട് അടുത്ത റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത പോയിൻ്റാണ് ഈ ഒരു കോൺസിക്വൻറ്റ് എൻക്രോച്ച്മെൻറ്റ്. സോ ഇവിടെ നമ്മൾ നോക്കണം, അതിനെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുകയാണോ സപ്പോർട്ട് ആകുമെന്ന് നോക്കണം. സോ നോക്കുമ്പോൾ എന്താണ്, അതിനെ ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട് അല്ലേ. ബ്രേക്ക് ചെയ്തിട്ട് ഹൈ ഓഫ് ദ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് കണ്ടു. ദ നെക്സ്റ്റ് ക്യാൻഡിൽ താഴേക്ക് വന്നു, ഇതിൽ ടച്ച് ചെയ്തിട്ടില്ല, ബട്ട് അതൊരു സപ്പോർട്ടായിട്ട് എടുത്തിട്ടുണ്ട് അല്ലേ. എടുത്തിട്ട് മാർക്കറ്റ് അഗെയിൻ മുകളിലേക്ക് തന്നെ ബ്രേക്ക് ചെയ്ത് പോയി. സോ ഈ ഒരു ഹൈ ഓഫ് ദ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ മാർക്കറ്റ് ഇവിടെ നോക്കുമ്പോൾ ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. സോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അത് എന്ത് ചെയ്യണം, അതിനെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത് കാണാൻ പറ്റണം. ഓക്കെ, സോ ഇങ്ങനെ സപ്പോർട്ടായിട്ടൊക്കെ ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മീൻ ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റീനെ തന്നെ എടുക്കാൻ വേണ്ടി വരുവാണെന്നുള്ളൊരു വ്യൂവിന് നമുക്കത് കൺഫർമേഷൻ തരുന്നതാണ്. ഓക്കെ, സോ നോക്കുമ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ചു വന്നിട്ട് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഹൈയിലേക്ക് എത്തിയിട്ടുണ്ട്, സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, മുകളിലേക്ക് വന്നു, ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റീനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എന്തുകൊണ്ട് ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി റീബാലൻസ് ചെയ്ത ഏരിയയാണ്, ഇതൊരു ബാലൻസ്ഡ് പ്രൈസ് റേഞ്ചാണ്. ഓക്കെ, കംപ്ലീറ്റ്ലി റീബാലൻസ്ഡ് ആണ്. സോ അവിടെയാണ് ഈ ഒരു ഹൈ ഫോം ചെയ്തിരുന്നത്. ആൻഡ് ആ ഒരു ഹൈൻ്റെ അടുത്ത് തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 ഓൾസോ കാണാൻ പറ്റുന്നുണ്ട്. സോ ഇവിടെ ഒബ്വിയസ്ലി എന്ത് കാണും, ലിക്വിഡിറ്റി ഉണ്ടാവും, ട്രെയിൽഡ് സ്റ്റോപ്പ് ലോസസ് ഉണ്ടാവും. ഓക്കെ, സോ ആ സ്റ്റോപ്പ് ലോസിനെ ഇവിടെ അറ്റാക്ക് ചെയ്തു, ജസ്റ്റ് ഒന്ന് അറ്റാക്ക് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, നല്ല രീതിയിൽ താഴേക്ക് ഫോളായി അല്ലേ. അതായത് ഫോൾസ് ബ്രേക്ക് ഔട്ട് തന്നു, ദെൻ മാർക്കറ്റ് താഴേക്ക് പോയി, റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തു. ഇനി സപ്പോർട്ട് ആകുമെന്ന് വിചാരിച്ച് ട്രേഡ് ചെയ്തവർക്ക് പണി കിട്ടിയിട്ടുണ്ടാവും. അവരുടെ SL ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, അവരുടെ SLനെ നേരെ എടുത്തു. ഓക്കെ, സോ റീറ്റെയിൽ കൺസെപ്റ്റിൽ നോക്കുമ്പോഴും നമുക്കത് വാലിഡായിട്ട് തന്നെ തോന്നുമായിരുന്നു അല്ലേ. സോ ഇങ്ങനെയാണ് ലോവർ ടൈം ഫ്രെയിമിലൊക്കെ നമ്മൾ പ്രൈസിനെ റീഡ് ചെയ്യുക. ഓക്കെ.